ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. വൈ ഡിഡ് സഹോദരൻ അയ്യപ്പൻ ഓർഗനൈസ് ദ മിശ്രഭോജനം ഓൺ മൈ 1917? അതായത് 1917 മെയ് 9 എന്തിനു വേണ്ടിയിട്ടാണ് മിശ്രഭോജനം ആര് നടത്തിയത്? സഹോദരൻ അയ്യപ്പൻ നടത്തിയതല്ലേ. ടു ഒപ്പോസ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ സൊസൈറ്റി റിലേറ്റഡ് ടു ഡൈനിങ് ടുഗദർ. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്താ കൂടുതൽ? ടു പ്രൊവൈഡ് ഫുഡ് ഫോർ പുവർ. Then third, to serve food the marginalized section of society. D, to eradicate hunger in the country. ആൻസർ എന്താ കൂട്ടുകാരെ? യെസ്, ടു ഒപ്പോസ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ സൊസൈറ്റി റിലേറ്റഡ് ടു ഡൈനിങ് ടുഗെദർ ആണല്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. Then second question, social inequality refers to the condition where all social groups are not treated equally. What are the causes of social inequality? സാമൂഹിക അസമത്വത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എക്കണോമിക് ഇനീക്വാളിറ്റി ഉണ്ട്, സാമ്പത്തിക അസമത്വം, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇനീക്വാളിറ്റി, എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വങ്ങൾ അല്ലേ. ദെൻ ഇനീക്വാളിറ്റീസ് വിത്തിൻ സോഷ്യൽ സ്ട്രക്ചർ, ദെൻ ജോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ആർ ദ കോസസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 നോക്കാം. വാട്ട് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ടു ബി ഫോളോഡ് ഇൻ സ്കൂൾ? റൈറ്റ് എനി ടു. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. നമുക്ക് ഏതൊക്കെ എഴുതാം? ഫോളോ ദ ടൈം ഷെഡ്യൂൾ അല്ലേ, അതുപോലെ തന്നെ ഫോളോ ദ ക്യൂ, വെയർ സ്കൂൾ യൂണിഫോം. എന്തൊക്കെയാണ്? ടൈം ഷെഡ്യൂൾ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ക്യൂ ഫോളോ ചെയ്യുക, സ്കൂൾ യൂണിഫോം ധരിക്കുക അല്ലേ. അതായത് 3 നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ പിക്ചേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ആൻഡ് റേറ്റ് ദെയർ നെയിം. ലെജിസ്ലേച്ചറിൻ്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ള. എയും ബിയും ഏതാണെന്ന് നമ്മളോട് കണ്ടെത്താനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? എ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ബി, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പിക്ചറാണല്ലേ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് എനി ലോസ് ടു ബി ഫോളോഡ് ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു 2 ലോസിൻ്റെ പേര് എഴുതാം, 2 നിയമങ്ങളുടെ പേര് എഴുതാനാണ്. നമ്മൾ ഏതൊക്കെയാണ്? ട്രാഫിക് ലോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ലോ, ഏതെങ്കിലും 2 എണ്ണം കൂട്ടുകാർ എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3 നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇൻകം ആർ കറക്റ്റ്? ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ ജോബ്സ് പ്രൊവൈഡ് ദ സെയിം ഇൻകം. എല്ലാ ജോബ്സും പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ഇൻകമാണ്. ദെൻ ഡിഫറൻസസ് ഇൻ ഇൻകം സോഴ്സ് affect family income. Then bank deposit cannot be considered as income. Then families with a higher income can meet more needs. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? Yes, differences in income are sources affect family income. Then families with higher income can meet more needs അല്ലേ. ഇവ രണ്ടും എന്താണ് ഇതിൽ ശരിയായിട്ടുള്ളതാണല്ലേ, കറക്റ്റ് ആണ്. Then second question, വാട്ട് ആർ ദ റീസൺ ഫോർ ഡിഫറൻസസ് ഇൻ ഫാമിലി ഇൻകം? ഫാമിലി ഇൻകത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, നോക്കൂ, ആൻസർ നോക്കൂ. ഡിഫറൻസസ് ഇൻകം സോഴ്സ് ആർ മേജർ റീസൺ ഫോർ വെറൈറ്റീസ് ഇൻ ഫാമിലി ഇൻകം. അതായത് ബാങ്ക് ഡെപ്പോസിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്സ് എക്സെട്ര അല്ലേ, ആർ എക്സാമ്പിൾസ് ഓഫ് വാരിയം ഇൻകം സോഴ്സസ്. ഇൻകം ലെവൽ ആസ് vary depending on the differences in the sources of income അല്ലേ. ദോസ് വിത്ത് ഹയർ ഇൻകം ഹാസ് ഫുൾഫിൽ മോർ ദെയർ നീഡ്സ്. അപ്പോൾ ഹയർ ഇൻകം ഉള്ള ഒരാൾക്കാണെങ്കിൽ അവരുടെ നീഡ്സ് ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. വേറാസ് പീപ്പിൾ വിത്ത് ലോവർ ഇൻകം ഓഫൺ സ്ട്രഗിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നെസസിറ്റി. അതുപോലെ ഇപ്പോൾ ഇൻകം കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അവരുടെ ബേസിക് നെസസിറ്റി, അത്യാവശ്യ കാര്യങ്ങൾ പോലും നേടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4, ദ ലോഗോ ബിലോങ്സ് ടു വിച്ച് മിഷൻ ഓഫ് കേരള ഗവൺമെൻറ്? കേരള ഗവൺമെൻറ് ഏത് മിഷൻ്റെ ലോഗോയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്? നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെ നൽകിയിട്ടുണ്ട്? റീബിൽഡ് കേരള, ഹരിത കേരളം, ആർദ്രം, ലൈഫ്. ഇതിലേതിൻ്റെയാണ്? അതെ, ഹരിത കേരളമാണ് അല്ലേ. ആൻസർ എന്താണ്? ഹരിത കേരളം. ദെൻ വിച്ച് സെക്ടേഴ്സ് ആർ എംഫസൈസ്ഡ് അണ്ടർ ദിസ് മിഷൻ? അപ്പോൾ ഈ മിഷൻ്റെ എംഫസൈസ് ചെയ്തിരിക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ്? അതായത് ഈ ഹരിത കേരളം എന്ന മിഷൻ എംഫസൈസ് ചെയ്തിരിക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? യെസ്, ദ ഹരിത കേരളം മിഷൻ ഈസ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ദാറ്റ് ഫോക്കസസ് ഓൺ ഏരിയാസ് സച്ച് ആസ് സോയിൽ, വാട്ടർ കൺസർവേഷൻ, സാനിറ്റേഷൻ, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് ഫാമിംഗ് ഒക്കെയാണ് അല്ലേ. ദ ഹരിത കർമ്മസേന ആൻഡ്
പച്ചത്തുരുത്തു ആർ നോട്ടബിൾ പ്രോഗ്രാംസ് അണ്ടർ ഹരിത കേരളം മിഷൻ. അപ്പോൾ ഹരിത കേരളം മിഷൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട നോട്ടബിൾ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ഹരിത കർമ്മസേനയും അതുപോലെ തന്നെ പച്ചത്തുരുത്തുമാണ് അല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 5, വിച്ച് ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു എർത്ത്, ദ ലിവിങ് പ്ലാനറ്റ്. സണ്ണ് നൽകിയിട്ടുണ്ട്. വീനസ്, ഹെർക്കുലസ്. ഏതാണ്? സണ്ണാണ് അല്ലേ. ആൻസർ എന്താണ്? സൺ. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാർസ്. സ്റ്റാർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, സ്റ്റാർസ് അപ്പിയർ സ്മോൾ ബിക്കോസ് ദേ ഫാർ എവേ ഫ്രം ദ എർത്ത്. സ്റ്റാർസ് എങ്ങനെയാണ് അപ്പിയർ ആവുന്നത്? വളരെ ചെറുതായിട്ടാണ് അല്ലേ. കാരണം എന്താണ്? യെസ്, ദേ ആർ ഫാർ എവേ ഫ്രം ദ എർത്ത്. അവ ഭൂമിയിൽ നിന്ന് കുറേ അകലെയാണല്ലേ. Stars are giant celestial bodies that are luminescent. Then they emit large amounts of heat and light. Then galaxies are clusters of billions of stars. Then activity 6 നോക്കാം. Climate is the average daily weather condition experienced in an area over a long period. During which weather season do the following news and announcement usually occur? ട്രോളിംഗ് ബാൻ ഇമ്പോസ്, ഗവൺമെൻറ് പ്രൊവൈഡ്സ് ഫ്രീ നാഷൻ ഫിഷർമാൻ. ബി എന്താണ്? സൺബേൺ, വർക്കിംഗ് ഹവേഴ്സ് ഹാവ് ബീൻ റിവൈസ്ഡ്. ദെൻ ഹാലിസ്റ്റോൺ, ക്രോപ്സ് ഡെസ്ട്രോയിഡ്. അപ്പോൾ ഇതിൽ ഏതാണ്? വിച്ച് മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് കോസസ് ദ സീസൺ? ദെൻ ഹൗ മച്ച് ടൈം ഡസ് ദ എർത്ത് ടേക്ക് ടു കംപ്ലീറ്റ് വൺ ഫുൾ റൊട്ടേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ആക്ടിവിറ്റി 7 നോക്കാം. അനലൈസ് ദിസ് ഫിസിയോഗ്രഫിക്കൽ മാപ്പ് ഓഫ് കേരള. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. Which geographical division has the smallest area? ഏതാണ്? കോസ്റ്റൽ ഏരിയ ആണല്ലേ. ദെൻ ഹൈലാൻഡ് റീജിയൻ ഓഫ് കേരള ഷെയർസ് ദ മോസ്റ്റ് ബോർഡർ വിത്ത് വിച്ച് നെയ്ബറിംഗ് സ്റ്റേറ്റ്? തമിഴ്നാടു ആണല്ലേ. ദെൻ വാട്ട് ആർ ദ 3 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് കേരള? ഏതൊക്കെയാണ്? 3 കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ് ആൻഡ് ഹൈലാൻഡ് ആണല്ലേ. ഏതാണ്? കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ് ആൻഡ് ഹൈലാൻഡ്. ദെൻ വിച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഹയസ്റ്റ് എലിവേഷൻ എബോവ് സീ ലെവൽ? ഏതാണ്? യെസ്, ഹൈലാൻഡ് ആണല്ലേ. ഹൈലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളെല്ലാം പഠിച്ച് വെക്കുക. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.